ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ഇതാ ഇങ്ങ് പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. സാധാരണ ക്രിസ്മസിനോട് അടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് വീടുകളിൽ പുൽക്കൂട് ഒരുക്കും. വീടുകളിൽ മാത്രമല്ല, നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ പുൽക്കൂട് ഒരുക്കാറുണ്ട്. വീടുകളിൽ പുൽക്കൂട് ഒരുക്കുന്നത് ഇങ്ങനെ കാലക്രമേണ ചെറുതായി വരികയാണ്. അതിങ്ങനെ ഒഴിവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുത്. ചെറുതായിട്ടെങ്കിലും ഒരു പുൽക്കൂട് എല്ലാ ഭവനങ്ങളിലും ഒരുക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്നത്തെ ധ്യാനം തന്നെ പുൽക്കൂട് ആകട്ടെ. പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ചെറുപ്പത്തിൽ പുൽക്കൂട് ഒരുക്കിയത് ഓർമ്മയുണ്ട്. പുൽക്കൂട് ഒരുക്കുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലെന്ന് കരുതിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പുൽക്കൂടിനകത്ത് ഉൾപ്പെടുത്തും. അതിനൊക്കെ റോളുണ്ട്. ഈ വക്ക് പൊട്ടിയ ചട്ടി അമ്മ കളഞ്ഞത് അത് പുൽക്കൂടിനകത്ത് കുളമായിട്ട് മാറും. ഇനി ഓട് കഷ്ണം അവിടെ ഇവിടെയും പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ അടുക്കി മതിലായിട്ട് മാറും. അതിൻ്റെ അർത്ഥം എന്താ? അതായത് എല്ലാത്തിനും ഇടം കിട്ടുന്ന, എല്ലാത്തിനും വില നൽകുന്ന ഒരിടത്തിൻ്റെ പേരാണ് പുൽക്കൂട്. ശരിക്കും കർത്താവ് തമ്പുരാൻ ഈ ദാരിദ്ര്യത്തിൻ്റെ സൂചനയായ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ പിറന്നപ്പോൾ ആ ഇടത്തിനും മഹത്വം ലഭിക്കുകയാണ്. പിന്നീട് ഇന്നോളം ചരിത്രത്തിൽ 2000 വർഷം പുൽക്കൂട് ആഘോഷിക്കപ്പെടുകയാണ്. ഇതാണ് കർത്താവ് വന്നിറങ്ങുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം. നമ്മൾ ആരെങ്കിലും വിചാരിക്കുകയാണ് നമുക്ക് കഴിവ് പോരാ, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളിങ്ങനെ വക്കുപൊട്ടിയ ചട്ടി പോലെ ഏതോ മൂലയ്ക്ക് ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തേക്കുക, ഈശോ തമ്പുരാൻ വന്നിറങ്ങുമ്പോൾ വിലയില്ലെന്ന് കരുതപ്പെടുന്നവയ്ക്കൊക്കെ വില ലഭിക്കും. നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കപ്പെടും. അപ്പോൾ ക്രിസ്മസ് നമ്മുടെ ഒരു ആഘോഷമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, കർത്താവേ, കാലിത്തൊഴുത്തിൽ വന്നു പിറന്ന് കാലിത്തൊഴുത്തിനെ തന്നെ ഗ്ലോറിഫൈ ചെയ്ത നീ എൻ്റെ ഹൃദയത്തിലൊന്ന് വന്നു പിറന്ന് എന്നെയും നീ ഒന്ന് നിൻ്റെ മഹത്വത്തോട് ചേർത്ത് നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ക്രിസ്മസ് ആശംസകൾ. നന്ദി.